ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ഇപ്പൊ ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. മോഹൻലാൽ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന പോലെ CA പഠിച്ചാൽ 21ാമത്തെ വയസ്സിൽ നമ്മുടെ ലൈഫ് സെറ്റ് ആകുവാണെങ്കിൽ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ലൈഫ് 19ാമത്തെ വയസ്സിൽ സെറ്റ് ആകും. പക്ഷേ ഇതിൽ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കോഴ്സിന് വേണ്ടി അവിടെ പോകാൻ വേണ്ടി ഒരു കുട്ടിക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. A1, A2, B1, B2 ഓരോ ലെവൽ ലാംഗ്വേജിന് 45 ഡേയ്സ് ക്ലാസ് ആണ്. അപ്പൊ B2യുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് 6 മന്ത്സ് ആകും. പക്ഷേ സാധാരണ ഒരു കുട്ടിക്ക് B2 ലെവൽ ലാംഗ്വേജ് എഫിഷ്യൻസി എത്താൻ വേണ്ടി 6 മന്ത്സ് പോരാ. മിനിമം ഒരു 9 മന്ത്സ് എങ്കിലും കഴിയാതെ കുട്ടിക്ക് B2 ലെവൽ ലാംഗ്വേജ് എഫിഷ്യൻസി എത്താൻ പറ്റത്തില്ല. B2 ലെവൽ ലാംഗ്വേജ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് നല്ലൊരു എസ്സേ വരെ എഴുതാൻ പറ്റണം. അപ്പൊ ഒരു 8 തൊട്ട് 9 മാസമെങ്കിലും എടുക്കും. അത് കഴിഞ്ഞ് പരീക്ഷ സെക്കൻഡ്ലി. ഈ പരീക്ഷ എഴുതുന്ന എല്ലാ 100 കുട്ടികളിൽ ആകെ 5 കുട്ടികളെ എല്ലാ മോഡ്യൂൾസിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാറുള്ളൂ. മിക്ക പിള്ളേർക്ക് 1ഓ 2ഓ മോഡ്യൂളിൽ ഫെയിൽ ആകും. ഈ ഫെയിൽ ആയ മോഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് എഴുതുമ്പോഴത്തേക്ക് അതിന്റെ എക്സാം ബുക്കിങ്ങും അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് മിനിമം ഒരു 2 മന്ത്സ് ആകും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലാംഗ്വേജിന്റെ B2 ലെവൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് മിനിമം 1 ഇയർ എങ്കിലും ആകും. മൂന്നാമത്തത്, അങ്ങോട്ട് പോകാനുള്ള പ്രോസസ്സും അത്യാവശ്യം ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറെ പേപ്പർ വർക്ക് ഉണ്ട്, 2ഓ 3ഓ ലെവൽ ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം കഴിയാൻ മിനിമം 6 to 7 മന്ത്സ് എടുക്കും. അപ്പൊ ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞ് അവിടെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ എത്തണമെങ്കിൽ മിനിമം 1.5 to 2 ഇയേഴ്സ് വേണ്ടി വരും. ഇത്രയും സമയം നമുക്ക് ചെലവഴിക്കാനുള്ള പേഷ്യൻസ്, ഡെഡിക്കേഷനും വിൽ പവർ ഉള്ള കുട്ടികൾ മാത്രമേ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവൂ. ഇത് ഒത്തിരി ഒരു നല്ലൊരു അവസരമാണ്. എന്തെങ്കിലും നല്ലത് നേടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. അപ്പൊ ഈ ഒരു 1.5 to 2 കൊല്ലമെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്ഥിതിയുള്ള പിള്ളേർ മാത്രമേ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവൂ. താങ്ക് യു.